നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പണം ചെലവാക്കി വെക്കുന്ന വീട്ടില് പ്രകാശ് ഏട്ടനും കുടുംബത്തിനും താമസിക്കാൻ പറ്റില്ല. അവർക്കവിടെ ഒരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. എന്തു പറയുന്നു? അത് ശരി. എന്നെയും കുടുംബത്തിനെയും കുടിയിറക്കാൻ വേണ്ടി എല്ലാവരും കൂടി ചേർന്നെടുത്ത ഗൂഢാലോചനയാണ് അല്ലേ? നിർത്തടാ. ഒരു ഗൂഢാലോചനയില്ല. എന്നും വാടക വീട്ടിൽ കഴിയാതെ സ്വന്തം വീട്ടിൽ കഴിയണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന് നിന്നോട് ഞാൻ പണവും ചോദിച്ചു പോയി. ഇനി എനിക്ക് നിന്റെ പണം വേണ്ട. വെറുതെ ചാടിക്കടിക്കാതെ ഒന്ന് അടങ്ങി നിൽക്ക്. എന്റെ തീരുമാനത്തെക്കുറിച്ച് അമ്മയും അച്ഛമ്മയും അഭിപ്രായമൊന്നും പറഞ്ഞില്ല. മോളെ, നിന്റെ പണം കൊണ്ട് ഒരു പുതിയ വീട് വയ്ക്കുക. അതിൽ ചന്ദ്രികയുടെ ഒരു മകനും കുടുംബത്തിനും മാത്രം പ്രവേശനം തടയുക. അത്തരത്തിലുള്ള കലാപരിപാടികളൊന്നും വേണ്ട. തൽക്കാലം ഇതുപോലെ ഒരു കൂട്ടുകുടുംബമായിട്ട് മുന്നോട്ട് പോവുക. എന്റെ കണ്ണടയും വരെയെങ്കിലും. അതൊക്കെ ശരി. പക്ഷെ ചില കാര്യങ്ങൾ ഇനി മുതൽ മാറണം, മാറിയിരിക്കണം. പ്രകാശിന്റെയും ഭാര്യയുടെയും മകന്റെയും ചിലവ് അത് പ്രകാശൻ തന്നെ വഹിക്കണം. കറണ്ടിന്റെയും വെള്ളത്തിന്റെയും ബില്ലുകൾ എല്ലാവരും കൂടി തുല്യമായി പങ്കിട്ടടയ്ക്കണം. വീട്ടുവാടകയിലും തുല്യമായ ഷെയർ ഉണ്ടാവണം. വന്ദനയ്ക്കിപ്പോ ജോലിയൊന്നുമില്ല. പിന്നെ ദേമോളുടെ പ്രശ്നം അവൾക്കുണ്ട്. പിന്നെ വിനു. അവരുടെ മുഴുവൻ ചെലവും മാധവേട്ടൻ തന്നെ വഹിക്കും. ഇത് നല്ല കൂത്ത്. സ്വന്തം മക്കളുടെ ചെലവ് നോക്കാതെ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന അനാഥരുടെ മാത്രം ചെലവ് നോക്കുന്ന ഏർപ്പാട് കൊള്ളാം. ഇത് ഞാൻ സമ്മതിക്കില്ല. ഏട്ടന്റെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. മക്കള് കഴിഞ്ഞിട്ട് മതി വലിഞ്ഞു കയറി വന്നവരുടെ കാര്യം. നീ ആരോട് എന്നെ ഉപദേശിക്കാൻ? ഒരാനയ്ക്ക് തിന്നാനുള്ള വെട്ടി വിഴുകുന്ന ജന്തു. ഇവൻ പോയി അധ്വാനിച്ച് കുടുംബത്തെ ചെലവിനുള്ള പണം കൊണ്ടുവരട്ടെ. എന്നിട്ട് മതി ചർച്ചയിൽ പങ്കെടുക്കുന്നതൊക്കെ. വർഷയുടെ വിവാഹം കഴിഞ്ഞതോടെ നമ്മുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീർന്നെന്ന് ആശ്വസിക്കുകയും സമാധാനിക്കുകയൊക്കെ ചെയ്തവരാ നമ്മള്. പക്ഷേ ഇപ്പോഴാ മോളെ യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഇപ്പൊ മക്കളുടെ മനസ്സിലിരിപ്പ് മറന്നേക്ക് പുറത്തു വന്നല്ലോ. മാധവനും നീയും ഒക്കെ ഇപ്പൊ അവർക്ക് ശത്രുക്കളാ. ഇതിപ്പോ ഇവിടെ മാത്രമല്ല, പല കുടുംബങ്ങളിലും നടക്കുന്നതാ എന്റെ മോളെ. ഊണും ഉറക്കവും കളഞ്ഞു വളർത്തി വലുതാക്കി അച്ഛൻ ഇന്നു വരെ ഞങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന മക്കളുണ്ടല്ലോ. വലിയ വലിയ കുടുംബങ്ങളിൽ പോലും ഉണ്ട്. എന്നാലും ഇത്രത്തോളം മനസ്സിൽ വിഷം സൂക്ഷിക്കുന്ന മക്കളെ മറ്റെവിടെയും കാണാൻ പറ്റില്ലെന്ന്. മാധവേട്ടൻ വന്ദനമോളുടെ കാര്യത്തിലെ ആകെ തകർന്നിരിക്കുക.
അതിനിടയില് മക്കൾ ഇങ്ങനെയാണെന്നും കൂടി അറിഞ്ഞ പാടില്ല. ഇപ്പൊ ഇതൊന്നും എന്റെ കുഞ്ഞിനോട് പറയാൻ നിൽക്കണ്ട. അവനത് താങ്ങില്ല. രാവിലെ പോയതല്ലേ, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലല്ലോ. വിളിച്ചിരുന്നു, രാത്രിയാവൂന്ന് പറഞ്ഞു. പാവം, വർഷയുടെ കാര്യത്തിൽ മാത്രമേ എന്റെ കുഞ്ഞിനൊരു സമാധാനമുള്ളൂ. എന്റെ ഭഗവാനെ. പാവം, എല്ലാവരും വർഷ രക്ഷപ്പെട്ടു എന്നുള്ള വിശ്വാസത്തില. അത് ഞാനായിട്ട് ഇപ്പൊ തകർത്ത അത് വലിയ അപകടത്തിലേക്ക് പോവും. ഈശ്വരാ, ഇത് വല്ലാത്തൊരു പരീക്ഷണമാണല്ലോ. ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഏറിക്കൊണ്ടിരിക്കുകയാണ്. ദേമോളുടെയും വിനുവേട്ടന്റെ ചെലവ് നോക്കണം. അതിനിടയിൽ എന്റെ വർഷയെ രക്ഷപ്പെടുത്തണം. എന്താ അതിനൊരു വഴി ഈശ്വര? പ്രകാശേ, വാ അത്താഴം കഴിക്കാം. എനിക്ക് വേണ്ട. അതെന്താ അങ്ങനെ? വിശപ്പില്ല. അതെന്താ വിശപ്പില്ലാത്തത്? കാര്യങ്ങൾ കൂട്ടുകുടുംബ വ്യവസ്ഥയില് മുന്നോട്ട് പോട്ടെ എന്നല്ലേ നമ്മുടെ തീരുമാനം. ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കുന്നതൊന്നും ആരും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. വന്ന് ഭക്ഷണം കഴിക്ക്. പ്രകാശേട്ടാ, അമ്മ പറയുന്നത് അനുസരിക്ക്. വാ, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. നിന്റെ ഒത്താശയൊന്നും എനിക്ക് വേണ്ട. അല്പസ്വല്പ അഭിമാനമൊക്കെ എനിക്കുണ്ട്. നമ്മുടെ ആഹാരത്തിന് ഞാൻ തന്നെ ചെലവിടണമെന്നല്ലേ ഡിമാൻഡ്. അങ്ങനെയുള്ളവരുടെ ഓശാരം പറ്റാനൊന്നും ഞാനില്ല. എടാ മോനെ, അതപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതല്ലേ, ഉള്ളിലൊന്നും വെച്ചോണ്ട് പറഞ്ഞതല്ല. അതൊന്നും കാര്യാക്കണ്ട. വാ, വന്ന് ഭക്ഷണം കഴിക്കേ. അമ്മയ്ക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്തൊക്കെ കുത്തുവാക്കുകൾ കേട്ടാലും കൂസലില്ലാതെ വന്നിരുന്ന് വെട്ടി വിഴുങ്ങുന്ന ആർത്തിപ്പണ്ടാരം, അതല്ലേ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം. പ്രകാശേട്ടാ, വേണ്ട. അമ്മയ്ക്ക് അത് വിഷമാവും. സത്യം പറയുമ്പോ അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.